ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. സദാചാരത്തെക്കുറിച്ച് പൊതുവെ പറയാറുണ്ടല്ലോ. ഈ കേരളത്തിൽ ഈ മോറൽ പോലീസിങ് വളരെ കൂടുതലാണെന്ന് പൊതുവെ ഒരു ആരോപണമുണ്ട്. എന്താണ് സദാചാരം? പ്രകൃതിയിൽ അങ്ങനെ ഒരു ഒന്നുണ്ടോ, സദാചാരം എന്നൊരു സാധനം? നമ്മുടെ കേരളത്തിൽ മാത്രം ഒരുപക്ഷെ സദാചാരത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വേറെ ഒരു വലിയ അർത്ഥത്തിലാണ്. കാരണം മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി മാന്തുന്ന ഒരു വിഷയത്തെയാണ് ഇവിടെ സദാചാരമായിട്ട് കേരളത്തിലെടുക്കുക. ശരിക്കും എന്താണ് സദാചാരം? സത് ആചാരം, നല്ല ആചാരം, നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തിയാണ് സദാചാരം. നല്ല പ്രവൃത്തികൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക? കാരണം നമുക്ക് വ്യവസ്ഥകളുണ്ട്. പഴയ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വ്യവസ്ഥകളുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണം, ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഏത് തരത്തിലാണ് പെരുമാറേണ്ടത്, മറ്റ് ആളുകളെ കാണുമ്പോൾ ഏത് തരത്തിൽ ബഹുമാനിക്കണം, ഏത് തരത്തിൽ നമ്മൾ സംസാരിക്കണം, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ഇടപെടേണ്ടത്, ഏതെല്ലാം തരത്തിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാം, കർമ്മത്തിന് നമുക്ക് എടുക്കേണ്ട ലാഭങ്ങളോ ബാക്കി ഏത് രീതിയിലായിരിക്കണം, എന്തിനേയും ഗുണം ദോഷം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എത്ര പേരെ എല്ലാം ബാധിക്കും എന്നത് അറിഞ്ഞ് പെരുമാറണം. ഇങ്ങനെ നമ്മൾക്ക് ആചാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഇവിടെ ആരും ജീവിക്കണമെന്ന് പറയില്ല. കാരണം ഒരുപക്ഷെ പല നിയമങ്ങളിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതായിട്ടും ഉണ്ടാവാം. പക്ഷേ സത് ആചാരം, നമ്മൾ നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് സ്വയമേവ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും സദാചാരമാണ്. പക്ഷെ നമ്മളെന്താണ് ഇവിടെ ചെയ്യുന്നത്? പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടും തോന്നുന്നു സത് ആചാരം. അതായത് ഏറ്റവും ഇത് നല്ലതല്ല. ഒരു പെണ്ണും ആണും തമ്മിൽ മാറി നിന്ന് സംസാരിക്കുന്നത് ആചാരത്തിന് വിരുദ്ധമാണ്. അത് സത് ആചാരമല്ല. അവർ ഇങ്ങനെ പെരുമാറുന്നത് ആചാരത്തിന് വിരുദ്ധമാണ്. അത് സത് ആചാരമല്ല. ഇതാരാണ് പോയി നോക്കുന്നത്? നോക്കുന്ന ആൾക്ക് ഇതൊന്ന് കാണാനുള്ള ആകാംക്ഷയാണ്. എന്തിനാണ് പോയി എങ്ങി നോക്കുന്നത്? സത്യത്തിൽ ഇവിടെ എവിടെയാണ് സദാചാരമുള്ളത്? സദാചാരം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഇതിനെ നോക്കി ഇതിനെ ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്ന പോലീസിങ് നടത്തുന്നവരാണ്. അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആചാര ലംഘനം നടത്തുന്നത്. കാരണം മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക എന്നുള്ളൊരു സദാചാരമാണ്. ഞാൻ ആദ്യം നന്നായി എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ആചാരം. ഞാൻ മറ്റുള്ളവരെ പെരുമാറുന്നത്, ഞാൻ സമൂഹത്തിന് ദോഷമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, സമൂഹത്തിൽ മറ്റുള്ളവരെ മോശം രീതിയിലേക്ക് മാറ്റുന്ന തരത്തിൽ പബ്ലിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് എൻ്റെ സത് ആചാരമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് കണ്ട് വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസായി അവർ മോശമാവുന്നൊരവസ്ഥ ഒരിക്കലും ഞാൻ വരുത്താൻ പാടില്ല. എനിക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട് എങ്കിൽ ആ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള സൗകര്യമുള്ള പ്രൈവസിയിൽ ഞാൻ ചെയ്യുക എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ലല്ലോ. അവർ മാറേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്നത് സത്തോ മോശമോ എന്നുള്ളത് അവരുടെ ചിന്തയാണ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ശരിയും തെറ്റും നിർവചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും നിയമങ്ങളുടെ അടിസ്ഥാനമാക്കി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഗവൺമെൻറ്റുകളുള്ളത്. ഇവിടെ നിയമം പരിപാലിക്കാൻ കൃത്യമായിട്ടുള്ള നിയമപരിപാലകർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ടവരാണ്. അവർക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാം. നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നാണോ ഇവർ ചെയ്തിട്ടുള്ളത്? അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നടപടികളിലേക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരം കാര്യങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ഭംഗിയായി നിന്ന് കണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്വദിച്ച് എനിക്കത് കിട്ടിയില്ലല്ലോ, അവനത് കിട്ടിയില്ലോ എന്നുള്ള ബുദ്ധിമുട്ടിൽ അതിനെ ഇഷ്യൂ ആക്കുക, അവനെ പോയി ഉപദ്രവിക്കുക. ഒരാശ്വാസം, ആഹാ എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട. ഞാനിങ്ങനെ പെരുമാറാൻ എനിക്ക് മോഹമില്ലാത്തതുകൊണ്ടല്ല, എന്നെ ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ദൂഷ്യങ്ങളെ മറയ്ക്കാൻ മറ്റുള്ളവരും പോയി പഴിചാരി അവരെ മോശമാക്കുന്ന ഒരു വിഭാഗമുണ്ട്. സത്യത്തിൽ അവരെയൊക്കെ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെയൊക്കെ നിയമത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെടാത്തവർ എന്തിനു മറ്റുള്ളവർ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നു? ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പെരുമാറാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ലഭ്യമാണ് എങ്കിൽ അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം.
തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരിൽ ചുമതലയുള്ളവരാണ്. അവരുടെ പാരൻസ് അവരോട് പറയാൻ, അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഒക്കെ അവരോട് പറയാം, നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങളൊരു മാന്യത കാണിക്കണം. അത് നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവരെ സ്വാധീനിക്കും. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് ഏത് തരത്തിലാണ് അവരെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് നിയമം പാലിക്കാൻ ചുമതലപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇവരുടെ പാരൻസിനോ തീർച്ചയായിട്ടും ഇവരെ ഉപദേശിക്കാം. പക്ഷേ വഴിയിൽ കൂടെ പോകുന്ന ഒരാൾക്ക്, നിയമപരമായിട്ടുള്ള അധികാരമില്ലാത്ത ഒരാൾക്കും ഇത്തരം സദാചാര പോലീസിങ് നടത്താൻ തീർച്ചയായിട്ടും അനുവാദം കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സ്വന്തം കുഴപ്പമോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിലെ കുഴപ്പമോ കാണാതെ അടുത്തുള്ള വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാനും അത് പറഞ്ഞു വരുത്താനും ഉള്ളൊരു ടെൻഡൻസി മലയാളിക്ക് പൊതുവെ കൂടുതലാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ചില ക്വാളിറ്റികളും ഡിസ്ക്വാളിറ്റികളും ഉണ്ടാവും. സ്വന്തം കുറ്റം കണ്ടുപിടിച്ചാൽ തന്നെ അതിന് പരിഹാരം എന്ത് ചെയ്യണം എന്ന് പറയാനറിയില്ല. സ്വന്തം കുട്ടികൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു, സ്വന്തം കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് അടികൂടുന്നു, അവർ മയക്കുമരുന്നോ ബാക്കിയുള്ളതെല്ലാം ഉപയോഗിക്കുന്നു. ആ കുട്ടിയോട് എന്തെങ്കിലും പറയാൻ പോയി സ്വന്തം മകളോടോ എന്തെങ്കിലും പറയാൻ തന്നെ വളരെ ഭയമാണ്. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുന്ന റിയാക്ഷൻ ചിലപ്പോൾ അടിവരെ കിട്ടുമോ എന്ന് ഭയക്കുന്ന പല കുടുംബങ്ങളും നമുക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള കാരണവന്മാർ തൊട്ടപ്പുറം പോയി അയലക്കത്തെ വീട്ടിലെ കുട്ടിയുടെ സ്വഭാവ ദൂഷ്യം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ കുട്ടിയേക്കാളും മോശമാണ് അപ്പുറമുള്ള കുട്ടി ഇന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൂടുതൽ സേഫ് ആവുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു ഭാഗങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലെങ്കിലും കാണുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വന്തം കുറ്റം മാറ്റാൻ നമുക്ക് എന്താണ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ദൂഷ്യങ്ങൾ അത് അവരുടെ പാരൻസിൻ്റെ ചുമതലയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ നിയമപാലകരുടെ ചുമതലയാണ്. നമ്മുടെ കുട്ടിക്ക് ഉണ്ടായ ദൂഷ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കുക. നമ്മളിലെ നന്നാവാതെ ഒരിക്കലും നമുക്ക് മനസ്സമാധാനമോ സുഖമോ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ സദാചാര പോലീസുകളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.